ഇവൻ പെട്ടെന്നൊന്ന് പണക്കാരനാവാൻ നോക്കിയതാ. കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറഞ്ഞ ഇടപാടുകാരുടെ അനധികൃതമായി പണം വാങ്ങി. ഇത്തരക്കാരോട് ഒരു ദയാദാക്ഷിണ്യം കാണിക്കാൻ പാടില്ല സർ. അതിന് നിയമത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് എന്ത് ശിക്ഷ വേണമെങ്കിലും ഇവന് കൊടുക്കാം. കള്ളപ്പണം കടത്തുന്നത് ഇതാദ്യത്തെ സംഭവമൊന്നുമല്ല. കൺസ്ട്രക്ഷന്റെ പേരും പറഞ്ഞ് ഒരുപാട് ഞാനും ഇവനും കൂടി അത് ചെയ്തിട്ടുണ്ട്. എന്റെയും തന്റെയൊക്കെ മരണം ആഗ്രഹിക്കുന്നവനാ എന്റെ അനിയൻ. അവൻ ചെയ്തതോ? ഞാനും എന്റെ അച്ഛനൊക്കെ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് തന്നെ അവൻ കളഞ്ഞു കുടിച്ചത്. അങ്ങനെ ഒരുത്തനെ ഞാൻ രക്ഷിക്കണോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിൽ താൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേ അതിലേക്കാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ തന്റെ നാവിന്ന് അവനെ രക്ഷിക്കണമെന്നൊരു വാക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയാനുള്ളതങ്ങ് പറഞ്ഞത്. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ അവൻ ഇതൊക്കെ ചെയ്തത്. അങ്ങനെ ചെയ്യുന്നവരാരും രക്ഷപ്പെടാറില്ല. ഇന്നവൻ പിടിക്കപ്പെട്ടില്ലെങ്കിൽ ഈ പ്രവണത തുടരും. ഞാൻ നല്ല സൂപ്പർവൈസർമാരെ വെച്ചിട്ടുണ്ട്. അവനും എന്റെ അമ്മാവനും ഒപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡില്. അതുകൊണ്ടാ പലപ്പോഴും കമ്പിയും സിമന്റും ഒന്നും ചോരാതിരിക്കുന്നത്. ഇനി എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചേ പറ്റൂ. കരുണ എന്റെ അനിയത്യ. ഉണ്ണി അകത്തു പോയാ അവളുടെ കുടുംബജീവിതം തകർന്നാ തനിക്കെന്താ വിഷമം? എന്നാ തന്റെ കുടുംബജീവിതം തകർന്നാലും താൻ മരിച്ചാലും അവൾക്കും അവളുടെ അച്ഛനും മുത്തശ്ശിക്കും ഒന്നും ഒരു കുഴപ്പമില്ല. അതുപോലെയാ ഇപ്പൊ പോലീസിനൊപ്പം പോയവന്റെയും അവന്റെ അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ കാര്യം. പിന്നെ നമ്മൾ എന്തിനാ അവർക്ക് വേണ്ടി സഹതപിക്കുന്നത്, വാദിക്കുന്നത്? അവൻ ജയിലിൽ കിടക്കട്ടെ. അതല്ല, അവനെ ജാമ്യത്തിലിറക്കാൻ കഴിവുള്ളവർ പുറത്തുണ്ടെങ്കിൽ അവരിറക്കട്ടെ. എന്നെ പറഞ്ഞത് പോട്ടെ. തന്നെക്കുറിച്ച് മാരകമായ വാക്കുകൾ പറഞ്ഞിട്ടാ അവൻ ഈ വീട്ടിൽ നിന്ന് അവസാനമായിട്ട് ഇറങ്ങിപ്പോയത്. അതിന് ദൈവം അവനെ തിരിഞ്ഞു കൊത്തിയെന്ന് കരുതിയാൽ മതി. അങ്ങനെ ദൈവം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ തിരുത്താൻ ശ്രമിച്ചാൽ പിന്നെ നമ്മൾ പറയുന്ന ഒന്നും ദൈവം കേട്ടൂന്ന് വരില്ല. അവൻ 5 അക്ക ശമ്പളമാണ് ഞാൻ കൊടുക്കുന്നത്. അവന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് അവൻ ഏത് ജോലിക്ക് പോയാലും കിട്ടാവുന്നതിന്റെ അപ്പുറം സാലറി ഞാൻ എണ്ണി കൊടുക്കാറുണ്ട് മാസം തോറും. അതും എല്ലാ മാസവും 1-ാം തീയതി അവന്റെ അക്കൗണ്ടിൽ എത്താറുണ്ട്. അങ്ങനെയുള്ളപ്പോഴാ അവൻ ഇതുപോലൊരു തിരിമറി നടത്തിയിരിക്കുന്നത്. കള്ളപ്പണം കൊണ്ട് ഹുങ്ക് കാണിച്ച കള്ളൻ അനുഭവിക്കട്ടെ. അതിൽ എനിക്ക് ഒരു വേദനയില്ല, പരാതിയുമില്ല. ഇങ്ങോട്ടെങ്കിൽ വേടാ, നിന്നെ എല്ലാവരും ഒന്ന് കാണട്ടെ. ഈ സംഭവത്തിൽ എന്തെങ്കിലും മാഫിയ ബന്ധമുള്ളതായി പോലീസിന് സംശയമുണ്ടോ? വാ. കള്ളപ്പണം കൊണ്ടു നടക്കാൻ വലിയ മിടുക്ക. പിന്നെന്താ മുഖം കാണിക്കാൻ മടി? ഇങ്ങോട്ട് നടക്കടാ. കമലേശ്വരൻ ഗ്രൂപ്പ്സ് എംഡി കണ്ണന്റെ അനിയനല്ലേ ഇദ്ദേഹം? സർ, കമലേശ്വരൻ ഗ്രൂപ്പിന് ഇതുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടോ? സർ, 1 മിനിറ്റ് സർ. വയനാട്ടിൽ വീണ്ടും കടുവ ഇറങ്ങി, ജനങ്ങൾ ഭീതിയിൽ. മാനന്തവാടിക്കടുത്തുള്ള ജനവാസ മേഖലയിലാണ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. മാനന്തവാടിയിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ ബിനീഷ് ചേരുന്നു. ബിനീഷ്, എന്താണ് ഇപ്പോൾ അവിടെയുള്ള സ്ഥിതി വിവരങ്ങൾ? കൊള്ളാലോ, അടിപൊളി മോളെ. വിലപിടിപ്പുള്ള ഡ്രസ്സാ. ജർമ്മൻകാരന് എന്തൊക്കെയോ സമ്മാനങ്ങൾ ലക്ഷ്മിക്ക് കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് മോക്ക് വലിയ വിഷമായിരുന്നല്ലോ. ഇപ്പൊ ആ സങ്കടമൊക്കെ തീർന്നോ? കണ്ണന്റെ കയ്യിലാ പൈസ അത്രേ. ഉണ്ണി പാപ്പരാന്നൊന്നും ചിന്തിക്കണ്ട മോളെ. മോളിങ്ങനെ പിണങ്ങി നിന്ന ശരിയാവത്തില്ല മോളെ. ഉണ്ണിയുണ്ടല്ലോ, ഇതൊന്നുമല്ല. സ്വർണം കൊണ്ട് ചിലപ്പം തുലാഭാരം നടത്തിയെന്ന് വരും. എനിക്ക് ആവശ്യത്തിലധികം സ്വർണം ഉള്ളത് കൊണ്ട് സ്വർണത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് ഉണ്ണിയേട്ടന് അറിയാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത്. മോക്ക് എന്തായാലും സന്തോഷമായല്ലോ.
പ്രതാപ ആ ഫോണിങ് എടുത്തേ, നമുക്ക് സെൽഫി പിടിക്കാം. വാ. എന്തിനാ അമ്മേ സെൽഫി ആക്കുന്നേ? അമ്മയും കൊച്ചും കൂടെ അങ്ങ് ചേർന്ന് നിന്നേ, ഞാൻ ഫോട്ടോ എടുത്തു ആ, തരാം. അപ്പൊ നീ ഇതിൽ പതിയത്തില്ലല്ലോടാ. ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് പതിപ്പിക്കാം അമ്മേ. ആ, ചേർന്നിക്കേ, ചിരിക്കേ. നന്നായിട്ട് ചേച്ചേ. ആ ഈ മാലയെല്ലാം ശരിക്കും കാണിച്ചേ. ഒന്നുകൂടെ. എടുത്തോ. ഇനി നമുക്കൊരു സെൽഫി എടുക്കാം. ചിരിക്കേ. ചേർന്ന് ഇപ്പോൾ കിട്ടിയ വാർത്ത ആ, കള്ളപ്പണവുമായി ഉവ്വ. ബിരുദൻ പോലീസ് ഉവ്വ. അനധികൃതമായി വീട്ടിലെ ബാഗിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച കള്ളപ്പണം പോലീസ് കൈയോടെ പിടികൂടി. കമലേശ്വരത്തെ ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണിയാണ് പ്രതി. ഇന്നു രാവിലെ പോലീസിന് ഒരു അജ്ഞാത ഫോൺ സന്ദേശം ലഭിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയായ ഉണ്ണിയുടെ വാഹനത്തെ പിന്തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഉണ്ണിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പ്രതിയുടെ മുറിയിൽ നിന്നും കള്ളപ്പണം കണ്ടെത്തുകയായിരുന്നു. ഉണ്ണിയുടെ പിന്നിൽ വൻ കുഴൽപ്പണ മാഫിയ തന്നെ ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. അവർക്കായുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD കണ്ണന്റെ അനിയനാണ് പ്രതിയായ ഉണ്ണി. സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന പ്രമുഖ വ്യവസായിയുടെ അനിയൻ ഇത്തരത്തിൽ ഒരു കേസിൽ ഉൾപ്പെട്ടത് ഞെട്ടലുളവാക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന ഇത്തരം കുഴൽപ്പണ കേസുകൾ പോലീസിന്റെ അനാസ്ഥ മൂലമാണെന്ന് യുവജനപ്രവർത്തകർ ആരോപിച്ചു. ഉണ്ണി ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേ. കള്ളപ്പണത്തിന്റെ ഉറവിടം കണ്ടെത്താനായി പോലീസ് ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ സംഭവത്തിൽ അയ്യോ, എടാ പിടിക്കടാ. എടാ പിടി. മോളെ. അയ്യോ, പിടിച്ചോ. എന്റെ ദൈവമേ, ഇതെന്താ ഇത്? എന്റെ മോളെ അങ്ങോട്ട് ഇരുത്തേ. ഇരുത്ത്. വെള്ളം എടുത്തോണ്ട് ഓടി വാടാ പ്രതാപ. ബോധം പോയടാ. വെള്ളം എടുത്തോണ്ട് ഓടി വാ. മോളെ 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 കരുണ മോളെ മോളെ പ്രതാപ മോളെ. അയ്യോ, വേഗം കൊണ്ടുവാടാ. ഇങ്ങോട്ട് തളിച്ച്. മോളെ 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 മോളെ. നമ്മളിപ്പോ എന്തെങ്കിലും കണ്ടായിരുന്നോ? ഉണ്ണിയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടല്ലോ മുത്തശ്ശി. അത് സ്വപ്നമായിരുന്നോ സത്യമായിരുന്നോ? അത് സത്യമായിരിക്കത്തില്ല മോളെ. ആരോ നമ്മുടെ ഉണ്ണി മോനെ കള്ളക്കേസ് കുടുക്കിയതാ. അതവൻ തന്നെ ആയിരിക്കും, അവന്റെ ഏട്ടൻ. അപ്പോ കണ്ടത് സത്യമാണല്ലേ? എടാ പ്രതാപ, പോയി ഉണ്ണിമോനെ ജാമ്യത്തിലിറക്കാൻ നോക്കടാ. വേണ്ട, അയാൾ കള്ളപ്പണം സൂക്ഷിച്ചെങ്കില് എന്തിനാ അച്ഛൻ പോയി അയാളെ ഇറക്കുന്നത്? ആകെ നാണക്കേടായി. ഇനി അയലത്തുകാരുടെ ബന്ധുക്കളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? കണ്ണൻ അവന്റെ അനിയനെ കെണിയിൽ കുടിക്കുന്നതാമേ. നമ്മൾ പല രീതിയിലും അവനെ അവന്റെ ഭാര്യയെ നശിപ്പിക്കാൻ നോക്കിയതല്ലേ, അതിനുള്ള തിരിച്ചടി വന്നതാ. എന്തായാലും എന്റെ ഭർത്താവ് കള്ളപ്പണക്കാരനായല്ലോ, പോലീസ് കസ്റ്റഡിയിലായല്ലോ. ഇനി ജയിൽ പുള്ളി എന്നൊരു പേരും കൂടി കിട്ടിക്കഴിഞ്ഞാ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഒരു ജയിൽ പുള്ളിയാണെന്ന് നാട്ടുകാരും കൂടി പറയില്ലേ? മോളെ മോളെ അതിര് വിട്ട് ഒന്നും ചിന്തിക്കരുത്. എല്ലാം നേരെയാകും, എല്ലാം നേരെയാകും. എടാ പ്രതാപ, ഉണ്ണിയുടെ ആ അമ്മാവനെയോ മേഘനാഥനെയോ ഒക്കെ വിളിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. ഞാൻ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD കണ്ണൻ സാറുമായിട്ട് വീണ്ടും ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു ദയാദാക്ഷിണ്യവും കൊടുക്കരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. അനിയനോട് ചേട്ടന് തീർത്താ തീരാത്ത ദേഷ്യമുണ്ട് സാറേ. അതുകൊണ്ട് അനിയനെ ഏട്ടൻ കള്ളക്കേസ് കുടുക്കിയതാണോന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ കണ്ണൻ സാറിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ്.
അയാളുടെ പേര് കളയാനായിട്ടാണ് ഇങ്ങനെ ഒരു അനിയൻ ഉണ്ടായതെന്നാ എല്ലാരും പറയുന്നത്. ജാമ്യം കിട്ടാത്ത കേസൊന്നും അല്ലല്ലോ സാറേ. ഞാൻ ജാമ്യമൊക്കെ തരാം, പക്ഷെ കേസ് കോടതിയിലെത്തിയാല് പയ്യൻ ജയിലിൽ കിടക്കേണ്ടി വരും. വാടാ. ഒപ്പിട്ടിട്ട് പോയിക്കോ. എപ്പോ വിളിച്ചാലും എത്തണം. ശരി സാർ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോടാ നിന്നെ. പിന്നെ എന്തിനാടാ ഇങ്ങനെ ആർത്തി എടുത്ത് നടക്കുന്നത്? ഇവനെ മനഃപൂർവ്വം കുടിക്കതാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ സാറേ. ഇവനെ കാര്യമായ രീതിയിൽ ചോദ്യം ചെയ്തില്ല. ചെയ്തെങ്കിലേ കുടിക്കതാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുമായിരുന്നു. ഇവന്റെ മുറി നാ കണ്ടെടുത്തത്, അത് ഇവന്റെ ബാഗിൽ നിന്ന്. അതാരെങ്കിലും കൊണ്ടുവച്ചതായാലും പോരെ സാർ. അങ്ങനെ ചിന്തിച്ച് കേസ് മുടക്കിയാലേ ഇവനെ പോലുള്ള ക്രിമിനലുകൾ പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോകും. ഇയാളുടെ നിരപരാധിത്വം ഞങ്ങൾ കോടതി തെളിയിച്ചോളാം സാർ. ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. എന്നാ പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോടാ. ചെല്ല്. ഞാൻ വരട്ടെ. അപ്പോൾ ശരി സാർ, കാണാം. എടാ മോനെ, കണ്ണൻ ഒരു വക്കീല, അവന്റെ കൂട്ടുകാരൻ അനന്തു അങ്ങനെ തന്നെയാ. എടാ, എന്നിട്ട് ഒരുത്തം പോലും നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നില്ലല്ലോടാ. അതേപ്പറ്റി എന്തിനാ മേക്കേട്ടാ ഇനി സംസാരിക്കുന്നേ? അയാളുടെ മുന്നിലൂടെ അല്ലേ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത്. എന്നിട്ട് അയാളൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണമെന്നോ ഇവിടെ പോലും വിളിച്ചു പറഞ്ഞത്. എന്ത് ചെയ്യാന്, അവൻ രണ്ടും കൽപ്പിച്ച് തന്നെ ഇപ്പോ ജീവിക്കുന്നത്. കരുണ പിണങ്ങിപ്പോയതിന്റെ പേരില് അയാളുമായിട്ട് ഞാൻ ഉടക്കി. എന്റെ വായിൽ വന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. അതിന്റെ പ്രതികാര ഇപ്പൊ തീർത്തത്. ഞാനും മേഘേണ്ണ കൂടിയാ ഈ ബിസിനസ് ചെയ്തോണ്ടിരുന്നത്. എത്ര തവണ നമ്മൾ ഇതുപോലെ കള്ളപ്പണം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇതുവരെ പിടിച്ചില്ലല്ലോ. ഇത്തവണ പിടിച്ചതിന്റെ പിന്നില് അയാൾ തന്നെയാ. കമ്പനിയിൽ പല ചാരന്മാരും കയറി കൂടിയിട്ടുണ്ട് അമ്മവ. അവരാണ് അയാൾക്ക് ഓരോന്ന് ചോർത്തി കൊടുക്കുന്നത്. മോനെ, ഇപ്പൊ നമ്മൾ വിചാരിച്ച അവരെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല. നമ്മളെ പറഞ്ഞു വിട്ടാലും ശരി, അവൻ അപ്പോയിന്റ് ചെയ്തവരെ അവൻ നിലനിർത്തും. എടാ മോനെ, സാവകാശം ഓരോരുത്തരെയും അവൻ പറഞ്ഞു വിടും. എടാ, എന്റെ വിധി തന്നെ നിനക്കും അച്ഛനും ഒക്കെ ഉണ്ടാവും. ഇനി അധിക നാളൊന്നും നിങ്ങൾ ആരും അവന്റെ കമ്പനിയിൽ കാണില്ല. അത് ശരിയാ മോനെ. പ്രതാപനുമായിട്ട് ഉടനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. അവനെ ഇങ്ങനെ കയറൂരി വിട്ടാ ശരിയാവത്തില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. ജാമ്യം കിട്ടിയിട്ടല്ലേ ഉള്ളൂ വക്കീലെ. കോടതിയിൽ കസറണം കേട്ടോ. അതാണല്ലോ എന്റെ ജോലി. രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടാക്കാൻ പറ്റുമോ നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. എന്നാ ശരി. ഓ, ഒന്ന് ചിരിക്കടോ. ശരി.
അയാള് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യ വെടി പൊട്ടിച്ചതാ. ഇതിപ്പോ ലോകം മുഴുവൻ അറിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി കരുണ തിരിച്ചു വരില്ല. അത് തന്നെയാണ് അയാളുടെ ഭാര്യയുടെയും ഉദ്ദേശം. അവിടെ നിനക്ക് പിഴക്കരുത് മോനെ. നീ എന്തു വില കൊടുത്തും കരുണയെ തിരിച്ചു കൊണ്ടുവരണം. അതെ ഉണ്ണി, നിങ്ങളല്ല വേർപിരിഞ്ഞു പോവേണ്ടത്, അവനും അവളുവാ. പക്ഷേ കരുണയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ. ഇനിയിപ്പോ അവളുടെ ചേച്ചിയുടെ മുന്നിൽ തോറ്റതിന്റെ നാണക്കേടായിരിക്കും അവൾക്ക്. ദേ, അതൊന്നും നീ കാര്യമാക്കണ്ട. നിന്റെ ഭാര്യ മടങ്ങി വരണം. ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് മഹാലക്ഷ്മിയോടൊപ്പം പോകുന്ന കണ്ണൻ ജീവനോടെ മടങ്ങി വരാൻ പാടില്ല. അതിനെന്താണോ വേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്യണം. നീ വിഷമിക്കണ്ട, അതെനിക്ക് വിട്ടേക്ക്. ഇനി നമ്മളെ കള്ളക്കേസിൽ കൊടുക്കാനും ജോലിന്ന് പറഞ്ഞു വിടാനും അവന്റെ ശബ്ദം ഉണ്ടാവില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. നീ വണ്ടി എടുത്ത് പോകാൻ നോക്കുക. ശരി മേഘേട്ടാ. അരയ്ക്ക് താഴോട്ട് തളർന്നിട്ടും അച്ഛനേക്കാൾ ഭീകരനായി മാറിയിരിക്കുക ആ മകൻ. അണയുന്നതിന് മുമ്പ് അവനിങ്ങനെ ആളി കത്തട്ടെ അച്ഛാ. വാ. മോളെ മിണ്ടരുത്. എന്തിനാ വന്നേ? നാണം കെടുത്തിട്ട്. ഇടതടവില്ലാതെ മൊബൈലിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുക. നല്ല കാര്യം സംഭവിച്ച ആരും വിളിക്കില്ല. ഇപ്പൊ വിളിയോട് വിളിയാ. അയ്യോ, എന്നാലും കരുണാലയത്തിലെ കുഞ്ഞിന് ഈ പറ്റിയല്ലോ എന്നൊക്കെ സഹതപിക്കുന്നവരും ഉണ്ട്. എന്നെ ഒറ്റിയത് എന്റെ ഏട്ടനാണെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിലേ അയാൾ അങ്ങ് കൊല്ല്. എന്നിട്ട് എന്റെ അടുത്തേക്ക് വാ. ആ നേരത്ത് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഭർത്താവായിട്ട് അംഗീകരിക്കാം. അല്ലാതെ എനിക്ക് കാണണ്ട. കള്ളപ്പണക്കാരനെ കാണാനായിട്ട് ആൾക്കാരിപ്പോ കാത്തിരിക്കുക. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് വരും മുമ്പ് ഇറങ്ങി പോവാൻ നോക്ക്. ഒരു വീഴ്ച വരുമ്പോ കൂടെ നിൽക്കേണ്ട ആളല്ലേ ഭാര്യ. എനിക്ക് വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തന്ന് എന്നെ സന്തോഷിപ്പിച്ചു. അതിന് അധികം ആയുസുണ്ടായില്ല. ഇപ്പോഴും ചിരിക്കുന്നത് അവളാ. ഇനി അവൾക്ക് പറഞ്ഞു നടക്കാം എന്റെ ഭർത്താവ് പോലീസ് കേസിലെ പ്രതിയാണെന്ന്. ജയിലിൽ പോവാണെങ്കിൽ ജയിൽ പുള്ളിയാണെന്നുള്ള പേരും കിട്ടും. നീ ഒന്ന് നിർത്ത് മോളെ. എന്തിനാ അവള് നിർത്തുന്ന? മോള് പറഞ്ഞതൊക്കെ സത്യമല്ലേ? ജയിൽ പുള്ളി എന്നൊരു പേര് വീണാലേ പിന്നെ ഉണ്ണീന്നാരും വിളിക്കില്ല. ആ പേര് വിളിക്കാനായിരിക്കും പിന്നെ ആൾക്കാർക്കൊക്കെ ഇഷ്ടം.
വീൽ ചെയർ നടക്കുന്നവനായാൽ എന്താ, ലക്ഷ്മിയുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരും ഉണ്ട്. പ്രത്യേകിച്ച് അമ്പലത്തിൽ വരുന്ന ചില നാണവും മാനവും കെട്ട വർഗങ്ങള്. ഇനിയിപ്പം ആ പറച്ചിലൊക്കെ അങ്ങ് ശക്തി കൂടും. ഇനി നിങ്ങൾക്കൊപ്പം ഒന്നിച്ച് യാത്ര ചെയ്യാൻ പോലും എനിക്ക് പറ്റില്ല. എന്ന് വെച്ചാ അതുപോലെ എന്റെ ഭർത്താവ് പ്രശസ്തനായി കഴിഞ്ഞു. ടിവിയിൽ വാർത്ത വന്നു, നാളെ പത്രത്തിലും വരും. കമലേശ്വരത്തെ ഉണ്ണി കള്ളപ്പണക്കാരനാണെന്ന്. മോളെ, ഇതൊക്കെ ഞാനും ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ? അങ്ങനെ അച്ഛൻ ചെയ്തെങ്കിലേ അത് അച്ഛനെ മറച്ചു വെക്കാനുള്ള മിടുക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അതുപോലെ കഴിവുള്ള ഒരാളല്ല എന്റെ ഭർത്താവ്.